ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായൊരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം നീറ്റ് എക്സാമിന് വളരെ കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ JEE എക്സാംസ് ആണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ പെട്ടെന്ന് പഠിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഗെയിം ചേഞ്ചർ ഫോർ യു. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ സപ്പോസ് ചെയ്യാം. അതായത് സപ്പോസ് ദർ ആർ 2 people, ഓക്കെ, പേഴ്സൺ എ ആൻഡ് പേഴ്സൺ ബി. ഓക്കെ, പേഴ്സൺ എൻ്റെ ഫോക്കസ് ഫാക്ടർ 1 ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യുക. പേഴ്സൺ ബീൻ്റെ ഫോക്കസ് ഫാക്ടർ 2 ആണ് എന്നുള്ളത് അസ്യൂം ചെയ്യുക. പേഴ്സൺ എ ഒരു 10 hours സ്റ്റഡി സെഷൻ നടത്തുന്ന ഒരാളാണ്. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സൺ ബി ഒരു 5 hours സ്റ്റഡി സെഷൻ നടത്തുന്ന ഒരാളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പേഴ്സൺ എൻ്റെ ടോട്ടൽ സ്റ്റഡി ഔട്ട്കം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 into 10, അതായത് ഫോക്കസ് ഫാക്ടർ ഇൻറ്റു സ്റ്റഡി അവേഴ്സ്, ദാറ്റ് ഈസ് 1 into 10 10 ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ പേഴ്സൺ ബീൻ്റെത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ഫാക്ടർ ഇൻറ്റു സ്റ്റഡി അവേഴ്സ്, ദാറ്റ് ഈസ് 2 into 5, ദാറ്റ് ഈസ് 10 തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതായത് ഫോക്കസ് ഡബിൾ ആക്കിയപ്പം സ്റ്റഡി ഹവേഴ്സ് നേരെ ഹാഫായി മാറിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എങ്ങനെ പെട്ടെന്ന് പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഉത്തരമായിട്ട് ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോക്കസിനെ ഇൻക്രീസ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇഫ് യു ഹാവ് ഹൈ ഫോക്കസ് യു ക്യാൻ റെഡ്യൂസ് യുവർ സ്റ്റഡി ടൈം. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ഇമ്പ്രൂവ് ആക്കാനുള്ള കാര്യങ്ങളായിരിക്കും പറയാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഓൾമോസ്റ്റ് ഒരു 15 minutes ആകുമ്പോൾ ഞാൻ എൻഡ് ചെയ്യും. കാരണം ഒരു ആവറേജ് ഹ്യൂമണിന് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ടൈം 15 minutes ആണ്, അറൗണ്ട് 15 minutes ആണ്. ഓക്കെ, ഇനി ഫ്ലോ സ്റ്റേറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു കാര്യം ചെയ്യുന്നതാണ്. ഓക്കെ, അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റാണ് ആക്ച്വലി ഫ്ലോ സ്റ്റേറ്റ്. ഓക്കെ, നമ്മളതിലിങ്ങനെ മുഴുകിയിട്ട് ചെയ്യാമെന്ന് പറയില്ലേ. ലൈക്ക് നിങ്ങളിപ്പം പഠിക്കുകയാണെങ്കിലും പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിമിലാണെങ്കിലും നിങ്ങൾ 100% ഫോക്കസ് ആ ഒരു കാര്യത്തിൽ കൊടുക്കലാണ്. അത്തരത്തിൽ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ആക്ച്വലി ഫ്ലോ സ്റ്റേറ്റ്. ഓക്കെ, ഈ ഒരു ഫ്ലോ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിലൊരു മാജിക്കൽ തിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർ വിൽ ബി എ ടൈം ടു ടൈം ടെലിപ്പോർട്ടേഷൻ. ഓക്കെ, അതായത് സമയം പോകുന്നത് നിങ്ങൾ അറിയില്ല. ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ രാത്രി ആകുന്നതൊന്നും നിങ്ങൾ അറിയില്ല. അത്ര പെട്ടെന്നായിരിക്കും സമയം പോവുക. അതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങളുടെ സ്റ്റഡി ഔട്ട്കം ഒക്കെ വളരെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പം എങ്ങനെ ഫ്ലോ സ്റ്റേറ്റിലേക്ക് എത്താമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, അതിനെക്കുറിച്ചുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫ്ലോ സ്റ്റേറ്റിലേക്കുള്ള, അതായത് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു 15 minutes ആക്ച്വലി നമുക്ക് വേണം. ആ ഒരു 15 minutes ആണ് ആക്ച്വലി ദ ഹാർഡസ്റ്റ് പാർട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ 15 minutes ആണ്. അപ്പം 15 minutes ആക്ച്വലി നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ബെനിഫിറ്റ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ 15 minutes ഫോക്കസ് ചെയ്തിട്ട് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്തായാലും ഒബ്വിയസ്ലി നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് പഠിക്കുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളോട് പ്രൂവ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ബിലീഫാണ് ആക്ച്വലി നമ്മൾ അതിലേക്ക് എത്തിക്കുക. ഓക്കെ, അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പം നിങ്ങൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കിയിട്ട് വാച്ച് ചെയ്യുക. വളരെ ഫോക്കസ്ഡ് ആയിട്ട് 15 minutes വാച്ച് ചെയ്യുക. ഓക്കെ, സോ മൂവിങ് ടു അവർ ആക്ച്വൽ ടോപ്പിക്സ് ദാറ്റ് ഇംപ്രൂവ് അവർ ഫോക്കസ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡിലീറ്റ് യുവർ ഇൻട്രൂസീവ് തോട്ട്സ്. ഓക്കെ, ഇൻട്രൂസീവ് തോട്ട്സ് എന്താണെന്ന് പറയുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം വാട്ടർ എന്ന് പറയാം. ഓക്കെ, ഞാനും പറയുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വാട്ടർ എന്ന് പറയാം. പറഞ്ഞോ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് ഇൻറ്റേർണലി കേൾക്കാൻ പറ്റുന്നുണ്ടാകും. ദാറ്റ് ഈസ് ആക്ച്വലി മാനുവൽ തോട്ട്സ്. ഓക്കെ, അതായത് മാനുവലി നമ്മൾ നമ്മുടെ ബ്രെയിനെ ഫോഴ്സ് ചെയ്തിട്ട് തിങ്ക് ചെയ്യിപ്പിക്കുന്ന തോട്ട്സാണ് മാനുവൽ തോട്ട്സ്. ഓക്കെ, ഇതിൻ്റെ ഓൾമോസ്റ്റ് അല്ലെങ്കിൽ എക്സാക്റ്റ് ഓൾമോസ്റ്റ് ഓപ്പോസിറ്റാണ് ഇൻട്രൂസീവ് തോട്ട്സ്. അതായത് നമ്മുടെ മൈൻഡിലേക്ക് സ്പോണ്ടേനിയസ്ലി വരുന്ന തോട്ട്സാണ് ഇൻട്രൂസീവ് തോട്ട്സ്. അപ്പം ഇത്തരം തോട്ട്സിൻ്റെ ഒരു ഫണ്ണായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നോട്ട് ഫൺ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 99% ഓഫ് ടൈം ഇത്തരം തോട്ട്സ് നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും. ഓക്കെ, അതായത് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളെ ആരെങ്കിലും ഒരു നല്ല രീതിയിലല്ലാതെ സ്റ്റെയർ ചെയ്തു, അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന തോട്ട്സ്, അതുപോലെ തന്നെ നിങ്ങളെ ആരെങ്കിലും അവോയ്ഡ് ചെയ്തു, അപ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന തോട്ട്സ്, ദാറ്റ് ഈസ് ആക്ച്വലി ഇൻട്രൂസീവ് തോട്ട്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള തോട്ട്സ് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് വരിക. അപ്പം ഇതിനെങ്ങനെ ഡീലാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്. ഓക്കെ,
ഈ ഒരു പുസ്തകത്തിൽ ആ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ദി അൺടെതേർഡ് സോൾ. ഈ ഒരു പുസ്തകത്തിൽ അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ നോട്ട് അവർ ഇമോഷൻസ്, വി ആർ ദ അവെയർനെസ് ബിഹൈൻഡ് ഇറ്റ്, ഓർ വി ആർ ദ കോൺഷ്യസ്നെസ് ദാറ്റ് ഹിയേഴ്സ് ഓൾ ദീസ് തോട്ട്സ്. അപ്പം ഇത്തരം തോട്ട്സിനെ, ആക്ച്വലി ഇത്തരം തോട്ട്സ് നമ്മളിൽ നിന്നല്ല ഉണ്ടാകുന്നത്. ഇത്തരം തോട്ട്സ് ദ വേൾഡാണ്, ദ നോയ്സസ് ഇൻ ദി വേൾഡ്. ഓക്കെ, അത് ഹിയർ ചെയ്യുന്ന ഒരു മിയർ കോൺഷ്യസ്നെസ് മാത്രമാണ് നമ്മൾ. ഓക്കെ, ഇതിൻ്റെ ബേസിൽ ഇൻട്രൂസീവ് തോട്ട്സിനെ ഡീൽ ചെയ്യൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇതിനെ നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുക. ഇത്തരം തോട്ട്സിനെ നമ്മളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതോടുകൂടി വലിയൊരു ഭാരം അവിടെ കുറഞ്ഞു കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് ഹ്യൂമൻ ബീങ് ആയിട്ട് കാണാം ഇത്തരം തോട്ട്സ് പറയുന്നത്. അതായത് ഇത്തരം തോട്ട്സ് നമ്മളിൽ നിന്നല്ല, അതാണ് നിങ്ങൾ പ്രൈമറിലി മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇത്തരം തോട്ട്സ് നമ്മളിലേക്ക് 24/7 പറയുന്ന ഒരാളെ നിങ്ങൾ ഒരു റൂംമേറ്റ് പോലെ നിങ്ങൾ കാണുക. ഓക്കെ, അതായത് ഈ ഒരു റൂംമേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 നിങ്ങളടുത്ത് വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സ് പറയലാണ്. ഓക്കെ, ആക്ച്വലി അതൊന്നും ട്രൂ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പം അത്തരത്തിലുള്ളൊരു റൂംമേറ്റായിട്ട് നിങ്ങൾ കാണുക. എന്നിട്ട് ഇത്തരം റൂംമേറ്റ് പറയുന്ന ഒരു കാര്യത്തിനെയും നിങ്ങൾ വില കൊടുക്കരുത്. നിങ്ങൾ ഇതിനൊക്കെ തള്ളി മാറ്റണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ റൂംമേറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ റിലേ ചെയ്യരുത്. ഓക്കെ, അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. കാരണം ആ ഒരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് കീവേഡ്സ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. കാരണം ആളുകൾ ഇങ്ങനെ ഇൻട്രൂസീവ് തോട്ട്സിനെ എങ്ങനെ ഡീൽ ചെയ്യുക എന്നുള്ള കാര്യമൊന്നും ഒരിക്കലും സെർച്ച് ചെയ്യില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. കാരണം അത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. ഇത്തരം തോട്ട്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ബെറ്റർ ആകും. ഓക്കെ, മൂവിങ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ചൂസ് റൈറ്റ് സ്പോട്ട്. ഓക്കെ, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. കഫേ വേണമെങ്കിൽ കഫേ ചൂസ് ചെയ്യാം, ലൈബ്രറി വേണമെങ്കിൽ ലൈബ്രറി ചൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങളുടെ റൂം ആവട്ടെ. പക്ഷേ അവിടുത്തെ ഒരു മെയിൻ ബേസിക് നീഡ് എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ വിൽ ബി നോ ഡിസ്ട്രാക്ഷൻസ്. ഓക്കെ, കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 15 മിനിറ്റ്സ് ആക്ച്വലി നിങ്ങൾക്ക് ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണം, അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫോക്കസിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫ്ലോ സ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റഡ് അല്ലാത്ത ടൈം വേണം. അഥവാ ഒരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു നോട്ടിഫിക്കേഷൻ ഫോണിൽ വരെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ 17 മിനിറ്റ്സ് ഫോക്കസിനെ അത് ബാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റൈറ്റ് സ്പോട്ട് ചൂസ് ചെയ്യുക ഫോക്കസ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, മൂവിങ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് അവോയ്ഡ് ഷോർട്ട് ഫോം കണ്ടൻറ്റ്സ്. ഓക്കെ, ഈ ഷോർട്ട് ഫോം കണ്ടൻറ്റ്സ് ആക്ച്വലി നമ്മുടെ ഫോക്കസിനെ നല്ല രീതിയിൽ ബാധിക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ഷോർട്ട് ഫോം കണ്ടൻറ്റ്സ് കാണുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ റീൽസ് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങൾ റീൽസ് സ്ക്രോൾ ചെയ്യാണ്, അപ്പം ആദ്യൊരു റീൽ വന്നു. ആ ഒരു റീൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി, നിങ്ങളുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി ആ ഒരു റീലിലായിരിക്കും. ഓക്കെ, ഒരു 2 സെക്കൻഡ് നിങ്ങൾ ഫോക്കസ് ചെയ്തതിന് ശേഷം അടുത്ത റീലിലേക്ക് പോവാണ്. സ്ക്രോളിങ്ങിൽ അങ്ങനെയാണല്ലോ സംഭവിക്കുക. അടുത്ത റീലിലെത്തുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ അടുത്ത റീലിലേക്ക് പോകും. അപ്പോൾ അടുത്ത റീൽ എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും, അതിലേക്ക് നമ്മുടെ ഫോക്കസിനെ ഷിഫ്റ്റ് ആക്കും. അപ്പം ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സമയങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് സെഷൻസ് വരുന്ന സമയത്ത്, ഒരു ക്ലാസ്സസോ അല്ലെങ്കിൽ ഒരു 2 hours സെഷൻസ്, എന്തെങ്കിലും ക്ലാസ്സസ് ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ മൈൻഡ് നമ്മളറിയാതെ തന്നെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷോർട്ട് ഫോം കണ്ടൻറ്റ്സ് മാക്സിമം ഒഴിവാക്കുക. ഷോർട്ട് ഫോം കണ്ടൻറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഫോക്കസ് ഇമ്പ്രൂവ് ആകും എന്നൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ ഫോക്കസിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നതിൽ നിന്ന് നമുക്ക് തടയാൻ കഴിയും. ഓക്കെ, അതുകൊണ്ട് തന്നെ മാക്സിമം ഷോർട്ട് ഫോം കണ്ടൻറ്റ്സിനെ ഒഴിവാക്കാൻ നോക്കുക. മൂവിങ് ടു അവർ നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഫിക്സ് യുവർ സ്ലീപ്പ്. ഓക്കെ, സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളിപ്പം എക്സ് ആക്സിസിൽ സ്ലീപ്പും വൈ ആക്സിസിൽ ഫോക്കസുമായിട്ടൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കർവ് ഒരു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ കർവ് ആയിരിക്കും. ഓക്കെ, ഒബ്വിയസ്ലി സ്ലീപ്പ് ഒരു നോർമൽ റേഞ്ചിലായിരിക്കണം. ഓക്കെ, സോ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേരിപ്പം ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് എക്സാമിനോട് അടുത്തുള്ള ഈ ഒരു സമയത്തൊക്കെ നൈറ്റിൽ ഉറങ്ങാതിരുന്ന് പഠിക്കലൊക്കെ ഉണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി അബദ്ധമാണ്. ഓക്കെ, ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്നാമത് ഫോക്കസിനെ ബാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ സ്ലീപ്പ് ഷെഡ്യൂൾ ആക്ച്വലി ചേഞ്ച് ചെയ്യും. അപ്പം രാവിലെയൊക്കെ ആയിരിക്കും നമ്മൾ സ്ലീപ്പ് ചെയ്യുക. അത് മിക്കവാറും എക്സാംസൊക്കെ രാവിലെ തന്നെയാണ്. ഓക്കെ, അപ്പം അത് തന്നെ നമ്മുടെ എക്സാംസിനൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം സ്ലീപ്പിനെ നിങ്ങൾ നൈറ്റിൽ തന്നെ ആക്കാൻ നോക്കുക. കൃത്യമായിട്ട് സ്ലീപ്പ് ആ ഒരു നോർമൽ റേഞ്ചിലേക്ക് തന്നെ നിങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, അങ്ങനെ സ്ലീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോപ്പിക്സിനെ നിങ്ങൾക്ക് ആക്ച്വലി നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങളുടെ ഫോക്കസിനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് പറയാനുള്ളത്. ഇനി ഫ്ലോ സ്റ്റേറ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഇൻട്രൂസീവ് തോട്ട്സ്. ഓക്കെ, ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഇൻട്രൂസീവ് തോട്ട്സ് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളൊരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ചാനൽ എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.